രാഹുൽ ഇന്നലെ രാത്രിയും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്നും നിരാഹാരം തുടരുകയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെ തന്നെയാണോ? അതെ, ഇന്നലെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയ സമയത്ത് നമ്മൾ ജ്യൂസും ഭക്ഷണവും അവിടെ എൻ്റെ ഭക്ഷണമെങ്കിലും നമ്മൾ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചില്ല, അത് വാങ്ങിയില്ല, മാറി എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു അത് നിരാഹാര സമരം എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടി തന്നെയാണ്. പണ്ട് ശബരിമലയുടെ വിഷയം വന്നപ്പോൾ അദ്ദേഹം ഇത് തന്നെയായിരുന്നു ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനായിരിക്കും. ഈ ജയിൽ അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും നൽകിയിട്ടില്ലെന്നാണ് പറയുന്നത് രാഹുൽ, ഈ നിരാഹാരം തുടരുന്നതുമായി ബന്ധപ്പെട്ട്. അത് ഞാനത് അറിഞ്ഞിട്ടില്ല, കാരണം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ ഉള്ളിൽ നിന്നും. പക്ഷെ എന്തായാലും സമരം തുടരുക തന്നെയാണെന്നാണ്. ഞാനിപ്പോൾ ഇന്ന് പോയി ഒന്ന് കാണുന്നുണ്ട്, അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതെ, ആണ് 100%. കാരണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അവർ ഒരു നോട്ടീസും തരാതെയാണ് വന്നത്. അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്നിട്ട് ലൈവിനകത്ത് തന്നെ കാണാൻ പറ്റും. 7 മണിക്ക് മുമ്പ് തിരിച്ച് എത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് പോണത് തന്നെ. അത് നമുക്കൊരു പ്രതീക്ഷയുമില്ല, ഇതൊരു നോട്ടീസാണോ, ഹാജരാകണം എന്നുള്ള രീതിയിലുള്ളൊരു നോട്ടീസോ ഒന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ കോടതിയിൽ പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞു, നമ്മൾ കൈപ്പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഫുൾ കള്ള കേസാണ്, എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞിരിക്കുന്ന കള്ളമാണ്. പിന്നെ ഇന്നലെ ബെയില് റിജക്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 75(1) എന്ന് പറയുന്ന ആ സെക്ഷനകത്തുള്ള പറഞ്ഞ ഏതോ വീഡിയോസിനകത്തുള്ള ഏതൊക്കെയോ കോണ്ടന്റ്, അത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. ഏത് വീഡിയോയിൽ എക്സാക്ട്ലി ഏത് കോമന്റ് ആണെന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും തുടർ നടപടിയിലേക്ക് നമുക്ക് കടക്കാമെന്നുള്ളത്. അത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇനി അടുത്ത് എന്തായിരിക്കും ഏറ്റവും ബെസ്റ്റ് മൂവ് എന്നുള്ളത് നമ്മുടെ അഡ്വക്കേറ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീരുമാനമായിട്ടില്ല. നമ്മൾ ഏതാ അറിയില്ല, അത് നമ്മളിങ്ങനെ ആലോചിക്കാൻ തീരുമാനമായിട്ടില്ല. ഇല്ല, പിന്നൊന്നും വന്നിട്ടില്ല, അങ്ങനെ ഒന്നും അവർ പിന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച്. ഒരു കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കൊന്ന് ഇന്ന് കസ്റ്റഡി ആവശ്യപ്പെടും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നിപ്പം രാഹുലിനെ പോയി മീറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ഞാനൊന്ന് ആലോചിക്കാം. അല്ല, ബഹുമാനപ്പെട്ട കോടതിനെ എതിർത്ത് പറയുന്നതല്ല, പക്ഷെ ഇതൊക്കെ ഒരു ജഡ്ജിന്റെ ഡിസ്ക്രിപ്ഷൻ ആണല്ലോ. എന്താണ് വളരെ ഗൗരവമായ പരാമർശം, എന്താണ് അല്ലാത്തെന്നുള്ളതൊക്കെ ഒരു ജഡ്ജിയുടെ ഇതാണല്ലോ. അപ്പം ശരിക്കും ആദ്യം ഈ കേസിന്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യം പറഞ്ഞത് വിക്ടിമിന്റെ പേരും ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം ബെയിലബിൾ ഒഫൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോൺ ബെയിലബിൾ ഒഫൻസ് രാത്രിയിലാണ് ചേർത്തത്. അപ്പം പിന്നെ കോടതിയിൽ പറഞ്ഞപ്പോൾ പോലും ഇവർക്ക് എന്താണ് സെക്ഷലി കളർഡ് റിമാർക്സ് എന്നുള്ളത് എടുത്തു പറയാൻ ഇവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എവിടേക്കോ ഇത് അറസ്റ്റ് ആദ്യം നടക്കട്ടെ, കുറ്റം പിന്നീട് കണ്ടുപിടിക്കാം എന്നൊരു മട്ടിലേക്ക് പോയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പം ഇനിയും മുമ്പോട്ട് പോകാൻ അത്രേ ഉള്ളൂ. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു ഈ വന്നൊരു ബെയിൽ റിജക്റ്റ് ആയി വന്നപ്പോൾ ഉണ്ടായ ഒരു വിഷമമുണ്ടല്ലോ. കാര്യം എന്താ വെച്ചാൽ എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് അങ്ങനെ എന്താ പറയുക, ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒന്നുമല്ല. ഇപ്പം ലോകം മുഴുവൻ, സമൂഹം മുഴുവൻ ഒരു വ്യക്തിയെ, ഇതിനകത്ത് ഇപ്പം ഇര എന്ന് പറയുന്ന ഒരാളില്ല, 2 വ്യക്തികളാണ്. ഒരു വ്യക്തിയെ എല്ലാവരും കുറ്റം പറയുന്നു, മറ്റൊരു വ്യക്തി പറയുന്നതിനുള്ളിലും കള്ളമുണ്ട്, അതിനകത്തും തെറ്റായ ഫാക്ട്സ് ഉണ്ട് എന്നുള്ളത് തുറന്നു വിളിച്ച് പറഞ്ഞതിനാണല്ലോ ഇപ്പൊ 2 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. അപ്പം അതിനോടുള്ളൊരു പ്രതിഷേധം, നീതിക്ക് വേണ്ടിയുള്ളൊരു പ്രതിഷേധം. ഏതാ അല്ല, ഭാഷ എന്ന് പറയുന്നതൊക്കെ വളരെ സബ്ജക്റ്റീവ് അല്ലേ. ഇപ്പം സെക്ഷലി കളേർഡ് റിമാർക്സ്, ഇപ്പം ആർക്കാണത് സെക്ഷലി കളേർഡ് റിമാർക്സ് ആയിട്ട് തോന്നുക? ഇപ്പം ഇവിടെ നിൽക്കുന്ന 10 പേരിൽ 5 പേർക്ക് അങ്ങനെ തോന്നാം, 5 പേർക്ക് അതൊരു വലിയ കുഴപ്പമില്ലെന്ന് തോന്നാം. ഇതൊക്കെ വളരെ സബ്ജക്റ്റീവായ കാര്യമല്ലേ. അല്ല, POV വെച്ച് കാണണമല്ലോ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ബാക്കിയെല്ലാം മാറ്റി നിർത്തി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എടുക്കണമെങ്കിൽ അദ്ദേഹം അത്തരത്തിൽ മോശപ്പെട്ട ഏതെങ്കിലും ഒരു വാക്കോ അത്രയും മോശപ്പെട്ട ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചതായിട്ട് പറയണം. അതെന്താണെന്നുള്ളത് പ്രോസിക്യൂഷൻ തന്നെ എടുത്ത് പറയാൻ ഇന്നലെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഏത് വാക്ക് ഉദ്ദേശിച്ചതാണ് ഈ സെക്ഷലി കളേർഡ് റിമാർക്സ്, അത് കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ ആർക്കും പറ്റുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ അയച്ചു തന്നെ കണ്ടോ ഈ വാക്ക് സെക്ഷലി കളേർഡ് റിമാർക്കാണ് എന്ന് പറയാനാണെങ്കിൽ നമുക്കത് നോക്കാം, ഓക്കെ അങ്ങനെയാണോ അല്ലേ. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾക്കകത്ത് അങ്ങനെ ഒരു ചൊവ്വയുണ്ട് എന്ന രീതിയിലൊക്കെ ഒന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് ശരിയും തെറ്റെന്ന് പറയുന്നത് ഫൈൻ ലൈൻ നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ഭാഷ, എങ്ങനത്തെ ഭാഷയാണ് എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ. ഏതാ
ക്ലാരിറ്റി വേണമല്ലോ അതിന്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ തോട്ട്സ് ആണ്. അപ്പം ആളുടെ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ, ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ടോ, മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ ആ കുട്ടിയെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ ബാക്കിയെല്ലാം ഓരോരുത്തരുടെ ഡിസ്ക്രിപ്ഷൻ അല്ലേ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. കോടതി അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് സംഭവം. നിങ്ങളത് കോടതി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ കോടതി അത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയത് സ്വാഭാവികമായിട്ടും ഈ കേസ് എന്തെങ്കിലും ജാമ്യം ലഭിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ പിന്നെ ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള തീരുമാനങ്ങളല്ലേ. നിരാഹാര സമരം ഇരിക്കണോ, അത് എന്ത് രീതിയിൽ, അത് ഓരോരുത്തരുടെ ഉള്ളിൽ അത് എങ്ങനെ എഫക്ട് ചെയ്യണമെന്നുള്ളതനുസരിച്ച് അവർ പ്രതികരിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്ന് പറയാൻ നമ്മളാളല്ലോ. ഈ ഇന്നലെ വന്ന കോടതി വിധിയിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സിമിലർ ആയിട്ടുള്ള ഒഫൻസസ് രാഹുൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം രാഹുലിനെതിരെ ഈ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഓൾറെഡി പോലീസും പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ 4 കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടെ കോടതി പറയുന്നുണ്ട്. അതിനെന്താണ്? ഇല്ല, അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കാതെ ഈ 3-4 കേസസ് വേറെയും ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ എത്ര പുരുഷന്മാരെ നിരപരാധിയായിട്ട് രാഹുൽ ചേട്ടൻ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് കൂടി ചിന്തിക്കണം. ഇപ്പോൾ ശ്രീ മുകേഷിന് അഗേൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നിവിൻ പോളിക്ക് അഗേൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നൊരു മീറ്റു മൂവ്മെന്റ് തുടങ്ങിയപ്പം എന്താ ചന്നം ഭിന്നം ആളുകൾ ഇങ്ങനെ വിളിച്ച് ഓരോരോ പേരുകൾ ഇങ്ങനെ പറയുമായിരുന്നു. അതിനകത്ത് എത്ര എണ്ണം ഫേക്ക് ആണെന്ന് രാഹുൽ ചേട്ടൻ്റെ സ്വരമായിരുന്നു ഏറ്റവും മുൻപിൽ നിന്നിരുന്നത്. അപ്പോൾ പറയുന്ന കാര്യങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ല. പക്ഷേ സമൂഹം അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു അറസ്റ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനകത്ത് നെഗറ്റീവാണ് കാണുക. പക്ഷേ നാളെ നിങ്ങൾക്ക് ആർക്കോ അല്ലെങ്കിൽ ഇവിടെ ആർക്ക് വന്നാലും ഇങ്ങനെ ഒരു മെൻസ് കമ്മീഷനോ ഇങ്ങനെ ഒരു കാര്യം ആവശ്യമുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ്. കാരണം നിവിൻ പോളിക്ക് അഗേൻസ്റ്റ് ഒരു കുട്ടി വന്നിട്ട് ഞാൻ ഉറക്കത്തിൽ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞൊരു കേസ് എത്ര കൃത്യമായിട്ട് ഒരു നെഗറ്റീവ് കേസാണ്. അതിനെതിരെ ഒന്നും സംസാരിച്ചില്ലായിരുന്നെങ്കിൽ നിവിൻ പോളി ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ നിവിൻ പോളിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ കേസായിരിക്കും നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ ഒരു പുരുഷന്റെ റെപ്യൂട്ടേഷൻ അത്രയും പെട്ടെന്ന് പോകല്ലേ. സ്ത്രീയുടെ റെപ്യൂട്ടേഷൻ പുരുഷന്റെ റെപ്യൂട്ടേഷൻ ആണെങ്കിലും രണ്ടും ഒരേപോലെ പ്രധാനമാണ്. എനിക്ക് വളർന്നു വരുന്ന 2 ആൺകുട്ടികളാണ്. ഒരു 10-20 വർഷം കഴിഞ്ഞ് അവർക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ നന്നായി ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് എന്ന് അവർക്കും കൂടെ തോന്നണം. അപ്പം പലരും പറയും ഞാൻ സ്ത്രീ വിരുദ്ധമായിട്ട് സംസാരിക്കാനല്ല, സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർക്കും വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്തിപ്പം ഭാഷ എന്തെങ്കിലും ഇപ്പം തെറി വിളിച്ചിട്ടുണ്ടോ, മോശപ്പെട്ട വാക്കുകൾ വിളിച്ചിട്ടുണ്ടോ, അതൊക്കെയല്ലേ നോക്കണ്ടല്ലോ. അത് പറയുന്ന കാര്യത്തിനകത്ത് എല്ലാവർക്കും ഉപകാരമുള്ള കാര്യമല്ലേ പറയണേ. ഓക്കെ, താങ്ക് യു.